അങ്കമാലി അർബൻ ബാങ്കിലെ തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ, തട്ടിപ്പിന്റെ അണിയറ കഥകൾ കൂടുതലായി പുറത്തേക്ക് വരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് ബാങ്ക് ജീവനക്കാരൻ ഷിജു എന്ന ആരോപണം. 2017 മുതൽ അർബൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരിൽ 11 പേരുടെ ഫോൺ നമ്പറിന്റെ സ്ഥാനത്തുള്ളത് ഷിജുവിന്റെ ഫോൺ നമ്പറാണ്. 10 വയസ്സായ കുട്ടിയുടെ പേരിലും മരിച്ചിട്ട് വർഷങ്ങളായ ആളുകളുടെ പേരിലുമാണ് വായ്പകൾ നൽകിയിരുന്നത്. അതേസമയം ഷിജു തട്ടിപ്പ് നടത്തിയത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് PT പോളിന് വേണ്ടിയെന്ന ബോർഡ് അംഗം ബേബി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അങ്കമാലി അർബൻ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റായിരുന്ന PT പോളിന്റെ ഇടപെടലിലാണ് ഷിജു അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ ലോൺ വിഭാഗത്തിൽ ജോലിക്ക് കയറുന്നത്. ഷിജു ജോലിക്ക് കയറിയതു മുതൽ വിതരണം ചെയ്ത വായ്പകളിലാണ് ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. 2017 മുതൽ ഷാജു എന്ന ഏജന്റിനു കീഴിൽ 462 വായ്പകൾ ബാങ്കിൽ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 362 വായ്പകളും 25 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളാണ്. ഈ വായ്പകളിൽ ഭൂരിഭാഗവും വ്യാജ വായ്പകളുമാണ്. 25 ലക്ഷം രൂപ വായ്പയെടുത്തവരിൽ 10 വയസ്സുള്ള കുട്ടിയുടെ പേരും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവരുടെ പേരുമുണ്ട്. പല വായ്പകളിലും വായ്പയെടുത്ത ആളുകളുടെ നമ്പറോ ശരിയായ പേര് വിവരങ്ങളോ ഇല്ല. 25 ലക്ഷം വായ്പയെടുത്തവരിൽ 11 പേരുടെ ഫോൺ നമ്പറിന്റെ സ്ഥാനത്തുള്ളത് ഷിജുവിന്റെ നമ്പറാണ്. PT പോളിന്റെ മരണത്തിനു ശേഷം വായ്പയെടുത്തവരുടെ വിവരങ്ങൾ മറച്ചുവെക്കുവാനും ഷിജു ശ്രമിച്ചു. സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന PT പോള് മരിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽവക്കക്കാരൻ തന്നെയാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പേരിൽ ഒരു നോട്ടീസ് വരും, ചിലപ്പോൾ നീ അത് കാര്യമാക്കണ്ട, എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ വീട്ടിൽ എല്ലാവരുടെ പേരിലും വരും, നീ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. സെയിം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളുടെ പേരിൽ 4 പോസ്റ്റ് വന്നു അർബൻ ബാങ്കിൽ നിന്ന്. വായ്പാ തട്ടിപ്പിന് ഷിജു കൂട്ടുനിന്നത് മുൻ ബാങ്ക് പ്രസിഡന്റ് PT പോളിന് വേണ്ടിയെന്ന് ബോർഡ് അംഗങ്ങൾ പറയുന്നു. വായ്പകൾ ബോർഡ് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഒപ്പിടിപ്പിച്ചത്. ഈ ഷിജുവും PT പോളും തമ്മിൽ എന്തായിരുന്നു ബന്ധം? PT പോളും തമ്മിൽ, മുൻ ബാങ്ക് പ്രസിഡന്റ് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചോദിച്ചു നീ എന്ത് കോൺഗ്രസ് ചെയ്തേക്ക് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു ചുമതല എന്നോട് അത് ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല. PT പോള് പറഞ്ഞിട്ടാണോ ഷിജു ഈ തട്ടിപ്പിന് കൂട്ടുന്നത്? പറഞ്ഞിട്ടാണോ ഷിജു ഈ തട്ടിപ്പിന് കൂട്ടുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ബാങ്കിന് PT പോള് പറയുന്നത്? ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞികാവിനൊപ്പം റാഫി കരീം, മീഡിയ വൺ, കൊച്ചി. വാർത്ത റിപ്പോർട്ട് ചെയ്ത റാഫി കരീം തന്നെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തത്സമയം ചേരുന്നുണ്ട്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, ഇവിടെ ഈ ബാങ്കിലെ ഒരു ജീവനക്കാരനാണ് ഷിജു എന്ന് പറയുന്ന ആൾ. നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ, കുട്ടികളുടെ പേരിലൊക്കെ വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ ഒരു സഹകരണ ബാങ്കിൽ കേവലം ഒരു ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ ഇത്രയും തട്ടിപ്പ് നടത്താൻ കഴിയുമോ? സാധാരണഗതിയിൽ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാകണമെങ്കിൽ അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഈ ബോർഡ് മെമ്പേഴ്സ് യോഗം കൂടി അവരത് പാസ്സാക്കി ഒപ്പിടേണ്ട പല ഘട്ടങ്ങളുമുണ്ട്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഷിജുവിനൊപ്പം ചേർന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? രേഷ്മ, തീർച്ചയായും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പാണ് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം 10 വയസ്സായ കുട്ടിയുടെ പേരിലും ഒപ്പം തന്നെ മരിച്ചിട്ട് വർഷങ്ങളായ ആളുകളുടെ പേരിലുമെല്ലാമാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 25 ലക്ഷം രൂപയുടെ വായ്പ നൽകിയിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളോ അവരെ ബന്ധപ്പെടാനുള്ള നമ്പറോ അഡ്രസ് വിവരങ്ങളോ ഒന്നും ശരിയല്ല എന്നുള്ളതാണ്. ഒപ്പം 4 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുകളുടെ പേരിലാണ് 25 ലക്ഷം രൂപയുടെ വായ്പ നൽകിയിരിക്കുന്നത്. വ്യക്തമായ ഈട് നൽകാൻ കഴിയാത്ത ആളുകളുടെ പേരിൽ പോലും വായ്പകൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യം. ഇതിൽ തട്ടിപ്പിൻ്റെ ഒരു കാര്യം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിജുവും ഒപ്പം തന്നെ മുൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന PT പോളും ചേർന്ന് നടത്തിയ ഇടപാടുകളാണ് ഈ തട്ടിപ്പിന് വഴിവെച്ചത് എന്നുള്ളതാണ്. ഈ ഷിജുവും PT പോളും ചേർന്നാണ് ബാങ്കിലെ ലോൺ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. PT പോള് ദീർഘകാലം ബാങ്കിൻ്റെ
ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ബാങ്ക് ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് ഭരിച്ചിരിക്കുന്നത്. ഈ ഭരണസമിതിയിലെ പല ആളുകളും വർഷങ്ങളായി ഈ ബാങ്കിൻ്റെ ഭരണസമിതിയിലുള്ള ആളുകളുമാണ്. ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബോർഡ് അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് PT പോളും ഷിജുവും ചേർന്ന് ഇത്തരത്തിലുള്ള വായ്പകൾ നിർമ്മിക്കുകയും അതിൻ്റെ രേഖകൾ നിർമ്മിക്കുകയും ഈ രേഖകൾ ഒപ്പിടുന്നതിന് വേണ്ടി ഒരു 10-15 രേഖകളുടെ ഒരു കൂട്ടമായി ബാങ്ക് ബോർഡ് അംഗങ്ങൾക്കും സെക്രട്ടറിയുടെ അടുത്തേക്കും ഒപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുടെ അടുത്തേക്കും എത്തിക്കുകയും ഒരുമിച്ച് ഇത് ഒപ്പിട്ട് വാങ്ങുന്നതുമായിരുന്നു രീതി. PT പോളിലും ഒപ്പം തന്നെ ഷിജുവിലുമുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ പലരും രേഖകളൊന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ രേഖകളെല്ലാം ഒപ്പിട്ട് കൊടുത്തതെന്നും ഈ ലോണുകളെല്ലാം പാസ്സാക്കിയതെന്നുമുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് മറ്റാളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുക. ഒക്ടോബറിലാണ് PT പോൾ മരിക്കുന്നത്. ഒക്ടോബർ 6-ാം തീയതി ഒരു ലോഡ്ജ് മുറിയിലാണ് PT പോളിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ PT പോളിൻ്റെ മരണത്തിനു ശേഷം ബാങ്കിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ്. തുടർന്ന് വായ്പകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് വലിയ വായ്പകൾ, വ്യാജ വായ്പകൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഏകദേശം 462 വായ്പകൾ ഷിജു എന്ന ഏജന്റിനു കീഴിൽ 2017 ശേഷം വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ 362 വായ്പകളും 25 ലക്ഷം രൂപയുടെ വായ്പകളാണ്. ഈ സഹകരണ ബാങ്കിന് നൽകാവുന്ന പരമാവധി തുകയാണ് 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയുടെ 362 വായ്പകളിലൂടെ 90 കോടി 50 ലക്ഷം രൂപ ബാങ്കിന് നഷ്ടമായിട്ടുണ്ട്. ഈ വായ്പകളിൽ ഭൂരിഭാഗവും വ്യാജ വായ്പകളാണ്. ഈ വായ്പകൾ നൽകുന്നതിന് നേതൃത്വം നൽകിയതും ഈ വായ്പകൾക്ക് ഇടപെട്ടതും PT പോൾ എന്ന മുൻ ബാങ്ക് പ്രസിഡന്റും ഒപ്പം തന്നെ ബാങ്കിലെ ലോൺ വിഭാഗത്തിലെ ജീവനക്കാരനുമായിരുന്ന ഷിജു ആണ് എന്നുള്ള കാര്യമാണ് ബാങ്കിലെ ബോർഡ് അംഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഈ വായ്പ സംഘടിപ്പിച്ച് നൽകിയ ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പീച്ചാനിക്കാട് എന്നുള്ളൊരു പ്രദേശമുണ്ട്. അങ്കമാലിയിലെ നഗരസഭയിലെ 1-ാം വാർഡാണ് പീച്ചാനിക്കാട്. ഈ വാർഡിലുള്ള ആളുകളിൽ ഏകദേശം 100-ലധികം ആളുകൾ ഈ വായ്പാ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് ഈ വായ്പകൾ വ്യാജമായി നൽകിയത് എന്നുള്ളതാണ്. ഒരു വീട്ടിലെ 4-5 ആളുകളുണ്ടെങ്കിൽ ആ 5 ആളുകളുടെ പേരിലും വായ്പകളുണ്ട്. എല്ലാം 25 ലക്ഷം രൂപയുടെ വായ്പകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വായ്പ ബാങ്കുകാരും ഒപ്പം തന്നെ ഈ വ്യാജ വായ്പ ലഭിച്ച ആളുകളും തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളും ഷിജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ PT പോൾ മരിച്ചതിന് ശേഷം ഷിജു പല ആളുകളുടെയും ഫോണിൽ വിളിച്ച് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വരും, അത് കാര്യമാക്കേണ്ട, എന്നെ അറിയിച്ചാൽ മതിയെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഷിജുവിൻ്റെ ഇടപെടൽ ഈ